ഏപ്രിൽ 5 2026 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ കിരീടം നേടിയത് കർണാടക. കർണാടകയാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ കിരീടം നേടിയത്. എത്ര മെഡലാണ് കിട്ടിയത്? 38 മെഡൽ. അതിൽ 23 സ്വർണം, 8 വെള്ളി, 7 വെങ്കലം. എത്ര മെഡലാണ് മൊത്തം? 38 മെഡൽ. അതിൽ 23 സ്വർണം, 8 വെള്ളി, 7 വെങ്കലം. രണ്ടാം സ്ഥാനം ഒഡീഷ. ഒഡീഷയ്ക്കോ 57 മെഡലാണ്. ഒഡീഷയ്ക്ക് എത്രയാ? 57 മെഡൽ. അപ്പോൾ ഒന്നാം സ്ഥാനം കർണാടക, 2 ഒഡീഷ. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി. ഏതാണ് വേദി? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് ആണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേന്ദ്ര കായിക മന്ത്രി ആരാണ്? അറിയാമോ? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. അറിയാലേ? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ് കേന്ദ്ര കായിക മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, പായൽ നാഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് പായൽ നാഗ്? ഏതാ? ആർച്ചറി. ആർച്ചറി എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് പായൽ നാഗ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഓട്ടിസം അവബോധ ദിനം എത്രയാ? ഏപ്രിൽ 2. ഏപ്രിൽ 2 ആണ് ലോക ഓട്ടിസ അവബോധ ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, 2026 പ്രമേയം ഓട്ടിസവും മനുഷ്യത്വവും ഓരോ ജീവിതത്തിനും മൂല്യമുണ്ട്. മനസ്സിലായോ? അപ്പൊ 2026 ഓട്ടിസവുമായി ബന്ധപ്പെട്ട പ്രമേയം എന്താണ്? ഓട്ടിസവും മനുഷ്യത്വവും ഓരോ ജീവിതത്തിനും മൂല്യമുണ്ട്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലോക ആരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. അപ്പൊ ലോക ഓട്ടിസ അവബോധ ദിനമോ? ഏപ്രിൽ 2. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യ വനിത ആരാണ്? ആരായിരുന്നു? ക്രിസ്റ്റീന കോക്ക്. അപ്പം ക്രിസ്റ്റീന കോക്ക് ആണ് ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യ വനിത. അപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം ഒന്നും കൂടെ റിവൈൻഡ് കേട്ട് മനസ്സിലാക്കുക. അപ്പം നമ്മൾ പഠിച്ചതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കേന്ദ്ര കായിക മന്ത്രി ആരാണ്? ആരാണ് കേന്ദ്ര കായിക മന്ത്രി? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആണ്. പിന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? പായൽ നാഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് ഉത്തരം? ഉറപ്പായിട്ടും നമ്മുടെ ക്ലാസ് കേട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറണ്ട് അഫയേഴ്സ്. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.